എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ഒരു മസാലക്കറിയും അതേപോലെ ഒരു പച്ചടിയുമാണ്. സദ്യയുടെ സ്പെഷ്യൽ ഐറ്റംസാണ് ഇത് രണ്ടും. ഉരുളക്കിഴങ്ങ് 3 മീഡിയം സൈസിലേത് ഞാൻ ചതുര കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ടിട്ടുണ്ട്. അതോടൊപ്പം 3 സവാള ഉള്ളിയും ചതുര കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവർക്ക് എത്ര എരിവ് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഇനി 5 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച മല്ലിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ അരച്ച് അതിൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 2-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 300 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ നികന്ന് കിടക്കണം വെള്ളം, ആ രീതിക്ക് വേണം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ടിത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് ഈ പച്ചമുളകിലാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ രുചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണേ, കാരണം വെള്ളം പറ്റിയോ എന്നൊക്കെ അറിയണം. അതേപോലെ ഇത് വെന്തോ ഇല്ലയോ എന്നും അറിയണം. നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ വേഗണം, പക്ഷെങ്കിൽ ഉടഞ്ഞൊത്തിരി പോവുകയും വരുത്. ചില കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞിങ്ങനെ കിടക്കുകയും വേണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിയുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചതൊന്നുമല്ല, പച്ചയ്ക്കുള്ള പെരുംജീരകത്തിനെ പൊടിച്ച് അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ നമ്മുടെ ഈ മസാലക്കൂട്ടാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഗരം മസാലയിൽ നമ്മൾ പെരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് പച്ചയ്ക്കല്ലേ പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കുന്നത്. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് നമുക്ക് ഈ മസാലക്കൂട്ടാൻ കിട്ടുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് ചേർക്കണം. എല്ലാവരും അതിനെ സ്കിപ്പ് ചെയ്ത് വിടരുത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടില്ല എങ്ങനെ, ഏത് കൺസിസ്റ്റൻസിയാണെന്ന്. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമ്മളിനി 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വേകുകയും ചെയ്തു. അതേപോലെ ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഒത്തിരി ചാറായിട്ട് കിടക്കുന്ന ഒരു കറിയല്ല കേട്ടോ. ഏകദേശം ഇത് കുറുകിയിരിക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതിനനുസരിച്ച് വേണം 1-ാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം നമ്മളിട്ട് തിളപ്പിക്കത്തൊന്നുമില്ല. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കത്തതേ ഉള്ളൂ. അതിൻ്റെ തീ അപ്പോൾ ഓഫ് ചെയ്ത് അവിടെ വെക്കുക നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു കടുവറ ആവശ്യമുണ്ട്. പാൻ അടുപ്പിലേക്ക് വെക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണ് കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 3-4 ചുവന്നുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് 2 പൊട്ടിച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില 1-2 തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി അതും ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ എൻ്റെ വീടിന് ചുറ്റും ഒത്തിരി മരങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും അതിൽ നിറച്ച് പക്ഷികളും അണ്ണാനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കാം. ഞാൻ വീഡിയോയിൽ വോയിസ് കൊടുക്കുമ്പോഴെല്ലാം ഇതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കടുവറ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കറിയാണ്. അതേപോലെ കഴിക്കാനും നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ സദ്യയ്ക്കൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കറിയാണ്. എല്ലാവരും ഈ വർഷത്തെ വിഷു സദ്യയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്ത് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ ഉപയോഗിച്ചൊരു പച്ചടിയാണ്. അപ്പോൾ ഇത് മധുരപ്പച്ചടിയാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പഴുത്ത മാങ്ങ ഉപയോഗിച്ചാണ്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടും പൈനാപ്പിൾ കൊണ്ടും ഇതേ പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാധനങ്ങളെല്ലാം നമ്മൾ ഈ പഴുത്ത മാങ്ങ പച്ചടിക്ക് എന്തുവാണോ ചേർക്കുന്നത് അതേപോലെ തന്നെ. പക്ഷെങ്കിൽ ഒരു വ്യത്യാസം മാത്രം, പൈനാപ്പിളും നേന്ത്രപ്പഴവും ആണെങ്കിൽ നമ്മളത് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് അതിനെ നല്ലതായിട്ട് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് ഉടച്ചെടുത്താൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ആ തോലൊക്കെ കളഞ്ഞ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം ഞാൻ ആ മാങ്ങാണ്ടിയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്, കാരണം അതിനകത്ത് നിറച്ച് ഫ്ലഷ് ഉണ്ടായിരുന്നു. ഇനി 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. 50 ml വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം ഇത് മതിയാകും, കാരണം മാങ്ങയ്ക്കകത്തൊന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് നുറുക്കി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ ഈ വെള്ളം മതിയാവും. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം ലോ ഫ്ലെയിമിലിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ വെള്ളം പറ്റിയോ ഇല്ലയോ എന്ന് നോക്കുകയും വേണം.
നന്നായിട്ടിത് വെള്ളം ഡ്രൈ ആയിട്ട് വരണം, അതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പച്ചടി നമ്മുടെ വെള്ളമായിട്ട് പോകും. അതേപോലെ തൈരും നല്ല കട്ട തൈരായിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, നല്ലതായിട്ട് വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചൊന്ന് ചേർത്ത് വെച്ചാൽ മതി. ഇതിനി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് നമുക്ക്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ചുമന്നുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് 2-3 എണ്ണം അതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് അരയ്ക്കരുത്, അപ്പോൾ പച്ചവെള്ളത്തിൻ്റെ രുചിയും വരും. ഇതിനി നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാമേ. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് കടുക് ചതച്ചിടണം. സാധാരണ ഞാൻ മിക്സി ജാറിൽ തന്നെയാണ് കടുക് ചതച്ചെടുക്കാറ് പതിവ്. പക്ഷേ ഇതിപ്പോൾ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവർ അത് അരയ്ക്കുമ്പോൾ ഒത്തിരി അരഞ്ഞു പോയാൽ നമ്മുടെ പച്ചടിക്ക് അത് കയ്പുണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ചതച്ച് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തേച്ചാൽ മാത്രം മതി. ഒത്തിരി അരഞ്ഞു പോയാൽ പച്ചടിക്ക് കയ്പുണ്ടാവും. കണ്ടില്ലേ? ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ അവസാനം നമ്മൾ ഈ മിക്സിയിൽ കടുക് എത്ര ആവശ്യമുണ്ടോ അതിട്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ പരുവത്തിൽ നമുക്ക് അരഞ്ഞത് കിട്ടുന്നതായിരിക്കും. ഇതും കൂടി നമ്മളുടെ തേങ്ങയുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ മാങ്ങയൊക്കെ വെന്ത് റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏകദേശം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ച് ചേർക്കണം. അതിനു മുമ്പേ നമ്മൾ ഈ അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചമുളക് അങ്ങെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കും. അപ്പോൾ അതിനകത്തിലെ എരിവെല്ലാം നമ്മുടെ പച്ചടിക്കകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇനി അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ ആ മാങ്ങാണ്ടിയും കൂടെ അങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് നല്ലതായിട്ട് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ അത് ഉടച്ച് ഒരു പേസ്റ്റാക്കി റെഡിയാക്കി വെക്കണം. നമുക്ക് കുറച്ച് വെള്ളമയം കാണും മാങ്ങ ആയതുകൊണ്ട്. ഇപ്പം ഏത്തപ്പഴമോ പൈനാപ്പിളോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളമയം അതിൽ കാണത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇതേപോലെ നല്ലതായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. നമുക്ക് ഈ വിഷു സദ്യയ്ക്കപ്പോൾ ഈ 2 ഡിഷസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും, ഇനി യാതൊരു സംശയവുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇട്ടൊന്ന് അതും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എൻ്റെ ഇന്നത്തെ തൈര് അത്രയ്ക്ക് കട്ടയല്ല. നല്ല കട്ട തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ കട്ടയായിട്ടിരിക്കും നമ്മുടെ പച്ചടിയും. അതുകൊണ്ട് അത് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിവിടെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്തിടാനായിട്ട് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്കിനി 1/2 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പച്ചടിക്ക് ഇത് അത്യാവശ്യമാണേ. കടുക് വറക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം കൂടി ഇട്ട് പൊട്ടിക്കണം. അപ്പോൾ നല്ലൊരു മണമൊക്കെ നമ്മുടെ പച്ചടിക്ക് ഉണ്ടാവും. ഇനി 1-2 കൊച്ചുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അത് അരിഞ്ഞിട്ട് കൊടുക്കുക. വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻറ്റും ഒന്ന് അറിയിക്കണേ. ഇനി ഒരു കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കടുക് വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് 1 മിനിറ്റോളം ഇട്ടതിന് ശേഷം ഇതിനകത്തിലേക്ക് ഈ പച്ചടി ഒഴിച്ച് കൊടുക്കണം. കാരണം പച്ചടി ഇട്ട് നമ്മൾ ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന ആ പാനിലേക്ക് നമ്മൾ ഈ പച്ചടി ഒഴിച്ച് കൊടുക്കുമ്പം ഇളക്കി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു ചെറിയ ചൂട് അതിൽ നമുക്ക് കിട്ടും. ആ ചൂട് മതി നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. അതോടൊപ്പം 1-2 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് വെക്കണം. ഏകദേശം 1 മിനിറ്റ് ഓഫ് ചെയ്തിട്ടേക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പച്ചടിയുടെ തൈരും തേങ്ങയെല്ലാം ചേർത്ത്. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ചൂടാക്കിയിട്ടുമില്ല. അപ്പോൾ ആ കൂട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൻ നല്ല ചൂടായിട്ട് തന്നെ ആണല്ലോ ഇരിക്കുന്നത്. പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടോ ഇരിക്കണേ, അല്ലെങ്കിൽ പച്ചടി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അധികം നമ്മൾ പച്ചടി ഇട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പരസം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അത്
പിരിഞ്ഞു പോകരുതല്ലോ പെട്ടെന്ന് നമ്മൾ ആ ചൂടിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതിയാവും. നമ്മൾ ഈ സമയത്ത് നോക്കണം അതിന് കറക്റ്റായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേകുമ്പോൾ തന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ റെസിപ്പി രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാപ്പി വിഷു.